ഈ ഒരു നിമിഷത്തിനാ ഞാൻ കാത്തിരുന്ന്. അതെന്താ? നീയായിട്ടുള്ളൊരു ലൈഫ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നിനക്കറിയോ, എനിക്ക് വേറെ ആരെയും വേണ്ട, നിന്നെ മാത്രം മതി. നിന്റെ കൂടെ മാത്രം എനിക്ക് ജീവിച്ചാൽ മതി, വേറെ ആരും വേണ്ട. അതെ, വേറെ ആരും വേണ്ട. ആ ശരി ശരി, നീ ഒന്ന് കാമാവ്. എന്താ നീ ഇങ്ങനൊക്കെ പറയുന്നേ? നിനക്കറിയാലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അറിയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ ചോദിക്കേ. നീ എന്നെയല്ലേ സ്നേഹിക്കുന്നേ? എന്നെ മാത്രല്ലേ? നിന്റെ പാരന്റ്സിനെക്കാളും നിനക്ക് എന്നെയല്ലേ ഇഷ്ടം? പറയാനെന്താ? ഉത്തരം പറയേ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് പേടിയാവുന്ന ആരാ? പേടി? എന്നെയോ? അതെന്താ നിനക്ക് അത്ര പേടി? ആരാ, പ്ലീസ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ ഭയങ്കര ടയേർഡാ. ഓ, ടയേർഡാണല്ലേ? ശരി, നീ കിടന്നു, റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്ക്. ആ പിന്നെ, കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ? എന്നാ പാർട്ടി തരാൻ പോകുന്നേ? അത് പാർട്ടി ഒന്നുമില്ല. അതെന്താടാ? ആരോ സാറെന്ന് വിളിക്ക അർജുൻ, ഇത് ഓഫീസാണ്. അതിനിത് വർക്കിംഗ് അവർ അല്ലല്ലോ. അതെ. എന്താ ആരവിത്? നിങ്ങൾ കഴിച്ചിട്ട് വരാൻ നോക്ക്. ആരവിന് എന്തു പറ്റി? എനിക്കറിയില്ല, അവൻ ഭയങ്കര വിയേർഡായിട്ടാ ബിഹേവ് ചെയ്യുന്നത്. എന്തോ പ്രശ്നമുണ്ട്. അനന്ത, അർജുൻ നിനക്കാരാ? ഹീസ് ലൈക്ക് മൈ ബ്രദർ, ബട്ട് ഓൾസോ എന്റെ ഫ്രണ്ടും കൂടിയല്ലേ. നത്തിങ് മോർ. എന്ത്? എന്താ, നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായി, ബട്ട് മനസ്സിലാക്കിയതാണോ നീ ഉദ്ദേശിച്ചത് എനിക്ക് അറിയണം. നീ മനസ്സിലാക്കിയത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഛേ, നീ എപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയേ? നിനക്കറിയാലോ അർജുനും അഞ്ജനയും റിലേഷനിലാണെന്ന്. എന്നിട്ടും ഹേ അനന്ത, ഒന്ന് കാം ആവ് നീ. ഹൗ ക്യാൻ ഐ? വേറെ ആരുമല്ല, സ്വന്തം ഹസ്ബൻഡാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചേ. ഓ, ഐ എം സോറി. ഞാൻ ഒരിക്കലും ഇനി അങ്ങനെ ചോദിക്കില്ല. ചോദിച്ചില്ലെങ്കിൽ പോലും എന്നും ഇതെന്നെ മനസ്സിലുണ്ടാവും. നീ എന്താ പറഞ്ഞു വരുന്നേനു? എനിക്കറിയില്ല അമ്മ. ആദ്യം കണ്ടപ്പോൾ ഉള്ള ആരവല്ല ഇപ്പോ. ചില സമയത്ത് ഞാൻ കംഫർട്ടബിൾ പോലും അല്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ പലപ്പോഴും ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ തിരിച്ച് ഞാൻ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവനിപ്പോൾ എവിടെയുണ്ട്? എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയേക്കാം. അനു, നീ കുറച്ചുനാൾ ഇവിടെ വന്ന് നിൽക്ക്. ഇപ്പൊ വരുന്നില്ല അമ്മ. ഇതെവിടെ നിൽക്കുമെന്ന് ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേട്ടോ. ആ ശരി അമ്മ. അനന്ത, എന്താ? നിനക്കിപ്പോ എങ്ങനെയുണ്ട്? അവൻ വന്നോ? അർണവ്. അർണവ്? അതാരാ? അത് ഞാനാ. എന്താ ഇത്? ആരാ? നിന്റെ അടുത്ത് നിൽക്കുന്നതാണ് ആരവ്. ഞാൻ അർണവ്. നിനക്കിപ്പോ ഇവിടെ എന്താ കാര്യം? അയ്യോ, പറയാൻ വിട്ടുപോയി. എന്റെ വൈഫാണ് അനന്ത. എന്ത് ആണോ അനന്ത? നിങ്ങളൊക്കെ ശരിക്കും ആരാ? അനന്ത, അത് വെയിറ്റ്, ഞാൻ എല്ലാം പറയാം. എൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല, ബട്ട് നിന്നെ കണ്ട നാൾ മുതലുള്ള കാര്യം ഞാൻ പറയാം. നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് 2-3 മാസം മുമ്പല്ല, 4 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നീ ബസ് കിട്ടാനായി ഓടായിരുന്നു. അപ്പോൾ എൻ്റെ തോളിൽ തട്ടി നീ വീഴാൻ പോയി. ആ സമയത്ത് നിന്നെ കണ്ടപ്പോൾ എന്തെന്നറിയില്ല, നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി. ആ ദിവസം മുതൽ ഞാൻ നിന്നെ ഫോളോ ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ ബിസിനസ് എല്ലാം തുടങ്ങി അമേരിക്കയിലോട്ട് പോയി. പിന്നെ നിന്നെ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ശ്രീജിത്ത്. ഞാൻ പറയുമ്പോഴൊക്കെ അവൻ നിന്നെ ഫോളോ ചെയ്യുകയും നിന്റെ ഫോട്ടോ എല്ലാം അയച്ചു തരുകയും ചെയ്യും. എന്നാൽ ഒരു ദിവസം ഞാൻ അറിഞ്ഞത് എൻ്റെ സഹോദരനും നീയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ടോക്കിയോ കോൺട്രാക്ട് കഴിഞ്ഞ് എയർപോർട്ടിൽ പോകുന്നതിനിടയിൽ എൻ്റെ ആളുകൾ ഇവനെ കിഡ്നാപ്പ് ചെയ്തു. പിന്നീട് ഞാനായിരുന്നു ആരവായിട്ട് നിന്റെ മുന്നിലെത്തിയത്. നീ എപ്പോഴൊക്കെ ആരവെന്ന് പറയുന്നുവോ അപ്പോഴെല്ലാം അർണവ് എന്ന പേര് കേൾക്കാൻ ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്കൊരു പ്രശ്നമല്ല, കാരണം നിന്നെ എനിക്ക് കിട്ടിയല്ലോ.
എന്റെ തല ചുറ്റുന്ന പോലെ എനിക്ക് തോന്നാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ആരവിനെയും വേണ്ട, അർണവിനെയും വേണ്ട. ഇന്നേ വരെ നിനക്കൊരു ട്വിൻ ബ്രദർ ഉണ്ടെന്ന് നീ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരവ്? ഇല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ചതിയന്മാരാ. അനന്ത, ഹേ ആരവ്, നിക്ക്. നോക്കർണ, അവൾ എന്റേതാ. ഓ ഓക്കെ, നമുക്കൊരു ഗെയിം കളിക്കാം. നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് കഴിഞ്ഞ് ആരാണോ തോക്കുന്നത് അവൻ അനന്തയെ കിട്ടില്ല. എന്നാരാണോ ജയിക്കുന്നത് അനന്ത അവർക്ക് സ്വന്തം. റെഡിയല്ലേ? എന്റെ ദൈവമേ, എന്തൊക്കെയാ നടന്നേ? ഇവിടെ ആരും എന്തോ ഒരു ട്വിൻ ബ്രദറുള്ള കാര്യം പറയാത്തെ? അതാ ഞാനും ആലോചിക്കുന്നേ. ഞാൻ പോയി നോക്കാവേ. ചേട്ടൻ എന്താ പറ്റേ? നീയോ? ഇറങ്ങിപ്പോയി ഇവിടുന്ന്. അനന്ത, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ആരവാ? ആരായാലും എനിക്കൊന്നും കേക്കണ്ട. അനു, അവന് പറയാനുള്ളതും കൂടി കേക്കുന്നു. എന്റെ ഭാഗത്തും തെറ്റണമെന്ന് എനിക്ക് അറിയാം അനന്ത. ഒരു ട്വിൻ ബ്രദറുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ശരിയാണ്, കാരണം എന്റെ അച്ഛനും അമ്മയും പോലും അവനെ കുറിച്ചൊന്നും അധികം പറയാറില്ലായിരുന്നു. ഞാൻ എല്ലാം തുറന്നു പറയാം. ചെറിയ പ്രായം മുതല്, അതായത് ഒരു 9 വയസ്സ് മുതല് അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യായിരുന്നു. എന്നെ പലപ്പോഴും അവൻ അടിക്കുമായിരുന്നു. ഒരു ദിവസം ചൂടുകൊള്ള എന്റെ അമ്മയുടെ ദേഹത്ത് അവൻ ഒഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാ ഈ ആക്സിഡന്റ് ഉണ്ടായത്. അതിനുശേഷം അച്ഛനും അമ്മയും മരിച്ചെന്നറിഞ്ഞു. ബട്ട് അവനെ ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞ ലൈഫിൽ നിന്ന് എടുത്തു കളഞ്ഞൊരു ട്രാഷ് മാത്രമായിരുന്നു അവൻ. ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് സെറ്റിലായിട്ട് ഞാൻ പറയാന്നാ വിചാരിച്ച്. അപ്പോഴവൻ എന്നെ കിഡ്നാപ്പ് ചെയ്ത്. നിങ്ങളൊക്കെ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടേ? അനന്തയെ വേണം. അർണവ്? അതെ, നിന്റെ സ്വന്തം ചേട്ടൻ. നീയൊന്ന് നിക്ക്. ആക്സിഡന്റിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണെങ്കിൽ പറയാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇനി മുതല് നീ ഇവിടെ കിടക്കും. കേരളത്തിൽ പോയിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്താ പണിയെന്നറിയണ്ടേ? നീ ചെയ്യാനിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അനന്തയുടെ പാരന്റ്സിനോട് സംസാരിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞുള്ള ഫ്യൂച്ചറും എല്ലാം. നോക്കറിന്, നീ അനന്തയെ തൊട്ട് കളിക്കരുത്. എന്റെ മോനെ, ഞാൻ ഈ കളി തുടങ്ങിയത് തന്നെ അവളെ കിട്ടാനാ. പിന്നെ നീ എങ്ങനെയാ രക്ഷപ്പെട്ടെ? ആദ്യമൊന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. പിന്നീടായപ്പോ എനിക്ക് എന്തോ അവൻ നിന്റെ ജീവിതം വച്ചാ കളിക്കാൻ പോകുന്നതെന്ന് ഓർത്തപ്പോ സഹിച്ചില്ല. പിന്നെ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു. അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അജയ്. അവനാ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത്. അർണവ് എവിടെയുണ്ട്? ഇപ്പൊ മയക്കി കിടത്തിയേക്കാം. അവിടെ കാടിനൊത്ത നടുവില് ഇതിനൊരു സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞേ. അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ എനിക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരവാ? അത് നീ വിശ്വസിക്കേ? എന്താ ഇനിയിപ്പോ പറയാ? ആ, നീ ആദ്യമായിട്ട് കമ്പനി വന്ന ദിവസം ജൂലൈ 15. ഞാൻ നിന്നെ ഡേറ്റിന് കൊണ്ടുപോയ ദിവസം സെപ്റ്റംബർ 11. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ടോക്കിയോ കോൺട്രാക്ട് കഴിഞ്ഞ് നിന്റെ പാരന്റ്സിനോട് സംസാരിക്കാന്ന്. ട്രാവലിംഗ് നിനക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? എന്താടാ അനന്ത, ഇനിയെങ്കിലും എന്നെ ഒന്ന് ട്രസ്റ്റ് ചെയ്തൂടെ? ഐ ട്രസ്റ്റ് യു. താങ്ക് യു സോ മച്ച്. അനന്ത, അവൻ നിന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴോ? ഒരുപാട് കംഫർട്ടാണ്. അത് കേട്ടാ മതി. പിന്നെ നിനക്കറിയാലോ, ഞാൻ അവനെയാ കല്യാണം കഴിച്ചേ. ആ, താലി എവിടെ? കബോർഡിലുണ്ട്. അതിങ്ങെടുക്ക്. എവിടെയെന്ന് വെച്ചാ കൊണ്ട് കളയാം. ഒരു മിനിറ്റ്. എന്നാ ശരി, ഞാൻ പോവാ. നീ കിടക്കാനെന്താ? റെസ്റ്റ് എടുക്കുക കേട്ടോ. ആ, നീ. ബൈ. ഞാൻ നിന്റെ കഴുത്തി കെട്ടിയ താലി എന്തിനാ കൊണ്ട് കളയുന്നേ? എന്തു പറ്റിയാരോ? നീ ഇത്ര വീക്കാ?
ഹാ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അനന്ത എന്റേതല്ലേ. ഞാനേ അർജുനൊന്ന് വിളിക്കട്ടെ. പിന്നെ ഞാൻ എന്റെ ഷർട്ട് നിനക്ക് തരാം, നിന്റെ ഷർട്ട് ഞാൻ അങ്ങ് എടുക്കാം. അല്ലെങ്കിൽ സംശയം തോന്നില്ലേ? നോക്ക്, നിന്നെ കൊല്ലാനേ എനിക്ക് ഒറ്റ സെക്കൻഡ് മതി, ആരും അറിയില്ല. പിന്നെ എന്തോ കൂടപ്പുറപ്പല്ലേ എന്ന് ഓർമ്മ വന്നു. എന്താലേ? എന്നാ ശരി, ഞാൻ പോവാ. ബായ്. പാവം അനന്ത ഒന്നും അറിയാതെ കിടക്ക. ആരവല്ല അർണവ്. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്റേത് മാത്രം, എന്റെ മാത്രം.